നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ആയിട്ടുണ്ട്. സോ നല്ലൊരു പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് നല്ലൊരു രീതിയിലുള്ള ഒരു ക്രാഷ് തന്നെ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. ബിറ്റ്കോയിനും എതൂറിയും ഒക്കെ നല്ല രീതിയിൽ ക്രാഷ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റിലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ്. നമ്മളൊരു സ്റ്റോക്കിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു 1%, 2%, ഒക്കെ ഒരു ദിവസത്തെ ഫാള് നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റോക്കിൽ കാണുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുള്ളൂ. പക്ഷെ അതേസമയം ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു ദിവസം തന്നെ 20%, 30%, ഈവൻ 40%ന്റെ ഒരു ക്രാഷ് വരെ സംഭവിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പാനിക് ആവാതെ നമ്മൾ നല്ല അതിന്റെ ഒരു ടെക്നോളജിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റുകൾ കണ്ടെത്തിയിട്ട് അതിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ക്രിപ്റ്റോനെ പറ്റിയിട്ട് ഞാൻ അതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ചാനൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇപ്പൊ നമ്മൾ ക്രിപ്റ്റോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 53,000 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് റീകവറി ആവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഒരൊറ്റ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് റിക്കവറി ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസോളിഡേറ്റ് ആയി ഒന്നും കൂടിയൊക്കെ ചെറിയ രീതിയിലുള്ള ക്രാഷുകൾ വരാം. കാരണം ഇപ്പോ ക്രാഷിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് USA അവിടെ പ്രസിഡന്റ് ഇലക്ഷന്റെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഉള്ള ക്രാഷാണ് ഒന്നാമത്തെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ജർമ്മനി ഒരു ഓൾമോസ്റ്റ് ഒരു 700 സംതിങ് ഒരു 725 മില്യൺ USD ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ബിറ്റ് കോയിനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി ഒരു ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന കാര്യത്തിലൊന്നും. സോ ഇതൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റീസൺസ് ഒക്കെ ആണ് ഇപ്പോഴുള്ള ഒരു മെയിൻ കാരണം, ഇപ്പോഴുള്ള ഈ ഒരു ക്രാഷിനായിട്ടുള്ള മെയിൻ കാരണം. എന്നാലും ഈ ഒരു ക്രാഷിനിടയിലും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് നല്ല കോയിൻസ് ഉണ്ട്. മീൻസ് നല്ലൊരു പ്രൊജക്റ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള കോയിൻസുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോയിൻസുകൾ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ പെർസെന്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ അടുത്തൊരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറിനകത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പ്രൊജക്ട്, ആ ഒരു ടെക്നോളജി എന്താണെന്നുള്ളത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളുടെ ഫുൾ എമൗണ്ട് കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ക്രിപ്റ്റോയിൽ. നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 10%, 5% മാത്രം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ടെക്നോളജി പരമായിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നല്ല പ്രൊജക്ട് കണ്ടെത്തിയിട്ട് ആ പ്രൊജക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റിലിറ്റി ആണ്. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവനായിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പൊ നമ്മളൊരു എമൗണ്ട് കൊണ്ടുപോയിട്ട് ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രൊജക്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തില്ല, അപ്പൊ ആ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഹാർഡ് ആൻഡ് മണി നമുക്ക് നഷ്ടപ്പെടും. സോ അങ്ങനെ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു 30, 40, 50% നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു 60% നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് ഒരിക്കലും നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെയോ നമ്മുടെ ഒരു പേഴ്സണൽ ഫൈനാൻസിനെയോ ബാധിക്കാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിറ്റ് കോയിന് നല്ല രീതിയിൽ ക്രാഷ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 55,000 താഴെ പോയിട്ടുണ്ടായിരുന്നു. എതൂറിയം അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മേ ബി ഇത് ഇനിയും താഴേക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു മുകളിലേക്കും കയറാം. പക്ഷെ എതൂറിയം ഇതേപോലെ തന്നെ എതൂറിയം ഇസ് എ ടെക്നോളജി, ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ ആ ഒരു ടെക്നോളജി നല്ല സ്ട്രോങ് ആണെന്നാണ് പേഴ്സണലി ഞാൻ പഠിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബിറ്റ്കോയില് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് ദുർയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സ്ലം എമൗണ്ട് ഓഫ് മണി എപ്പോഴും ദുർയത്തിൽ എപ്പോഴൊക്കെ ഒരു ക്രാഷ് കിട്ടുന്നു ആ ഒരു സമയത്ത് ചെറിയൊരു പെർസെൻറ്റേജ് ദുർയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
സോ എതൂറിയം വളരെ നല്ലൊരു ടെക്നോളജി പരമായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടെക്നോളജിയാണ് എതൂറിയം. സോ തീർച്ചയായിട്ടും എതൂറിയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻ ആണ്. അതേപോലെ തന്നെ സൊലാനയും ഇതേപോലെ തന്നെ എതൂറിയം കില്ലേഴ്സ് എന്നാണ് പറയുക സൊലാനയെ. കാരണം എതൂറിയത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടോ, ഈവൻ എതൂറിയത്തിൽ ട്രാൻസാക്ഷൻ ഫീസ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എതൂറിയത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ സൊലാന എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടെക്നോളജി വന്നിട്ടുള്ളത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇത് സൊലാന ഇതേപോലെ തന്നെ അവിടെ ട്രാൻസാക്ഷന്റെ ഫീസ് കുറവാണ്. അതായത് എതൂറിയത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയതിനേക്കാളും കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് സൊലാനയുടെ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് സൊലാനയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സൊലാനയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻ ആണ്, ഒരു ടെക്നോളജിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ക്രിപ്റ്റോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് നല്ല കോയിൻസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പൊ ബിറ്റ് കോയിനെ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും കൊണ്ട് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ എതൂറിയം ബിറ്റ് കോയിനും. സോ അതാണ് അവരുടെ ഒരു ബെഞ്ച് മാർക്ക്. സോ ഈ ബിറ്റ് കോയിനും എതൂറിയം ഒക്കെ ക്രാഷ് വരുമ്പോൾ മറ്റുള്ള കോയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ക്രാഷ് ആവും. സോ ബിറ്റ് കോയിൻ മുകളിലേക്ക് പോവാണ് അല്ലെങ്കിൽ എതൂറിയം മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഫോളോ ചെയ്തിട്ട് മറ്റുള്ള കോയിൻസ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് തരും. സോ ഇതാണ് അവിടുത്തെ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഒരു രീതി. അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ ചില കോയിൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. ഇന്നിപ്പോ ചില ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഓണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ ആണ്. കാരണം നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തെല്ലാം ക്രാഷ് വന്നിട്ടും ഈ ഒരു കോയിന് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഫ്യൂച്ചറിലേക്ക് വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഓണ്ടോ. ഇതൊരു ഫൈനാൻഷ്യൽ ഡേഫി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഇതിനെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അല്ല, സോറി, ബ്ലാക്ക് റോക്ക്, അതായത് അമേരിക്കയിലെ ഇൻവെസ്റ്റ്മെന്റ് ഫെയിം ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിങ് നല്ല രീതിയിലുള്ള ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഓണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാക്കാവുന്നതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു $1. ഓക്കെ, $1 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് സെക്കൻഡ് $1 എന്ന് പറയുന്നത് 83.48 അതായത് അറൗണ്ട് 84 രൂപ. അപ്പൊ ഈ 84 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് അറൗണ്ട് ഒരു 10-11 കോയിൻസ്, ഒരു ടോക്കൺസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ 83-84 പൊതുവെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85 രൂപയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 10 കിട്ടുമല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 100 കിട്ടിക്കഴിഞ്ഞാൽ ഇത് 10 രൂപ കയറി കഴിഞ്ഞാൽ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുമല്ലോ എന്നുള്ള. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പ്രൊജക്റ്റിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് ആ ടെക്നോളജിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ നോളജ് നല്ല രീതിയിൽ, നിങ്ങൾക്ക് ആ ഒരു ടെക്നോളജി പരമായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർദ്ധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയാണ്. അപ്പൊ ആ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും എന്ത് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, സെക്ടർ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ലോങ് ടൈം ഗ്രോത്ത് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ലോങ് ടൈം ഗ്രോത്തിൽ എപ്പോഴൊക്കെയോ നമുക്കൊരു ഒരു ഒരു ക്രാഷ് കിട്ടുന്ന ആ ഒരു സമയം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഈവൻ ഇനിയിപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു സെക്ടർ നന്നായിട്ട് വർക്ക് ചെയ്തില്ല, എന്തെങ്കിലും പ്രശ്നം വന്നു, അപ്പൊ നല്ല രീതിയിൽ ക്രാഷ് വരുന്ന സമയത്ത് നമ്മുടെ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റണം. ഓക്കെ, നമുക്ക് സെൽ ചെയ്യാൻ പറ്റണം. സോ ആ രീതിയിലുള്ള സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള
പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ക്രിപ്റ്റോന്റെ ചില ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ പ്രൈസ് ബിറ്റ്കോയിൻ എതിർന്ന് പറയുന്ന അതർ ക്രാഷ് ഓഫ് 17%. അതായത് 17% ഒരു ക്രാഷ് വന്നിട്ടുണ്ട് ഓൺ ലിക്വിഡേഷന്റെ റീസൺ ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഷാർപ്പ് ക്രാഷ് അപ് ടു 8% ആൻഡ് വേർ സ്റ്റാൻഡിങ് അറ്റ് 54,100. ഇത് ലാസ്റ്റ് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. സോ ഹാവ് എക്സ്റ്റെൻഡ് 12% ഓവർ ദ ലാസ്റ്റ് 7. കഴിഞ്ഞ ഒരു 7 ദിവസത്തിനിടയിൽ 12%ആണ് ബിറ്റ് കോയിനിലൊക്കെ ക്രാഷ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബിറ്റ് കോയിൻ ഫാൽ ഹാഡ് റബ് ഓഫ് effect on other crypto as well, including Ethereum, BNB, Solana, XRP, Toncoin, Dogecoin, Cardano, Tron. ഇങ്ങനെയുള്ള എല്ലാ കോയിൻസിനെയും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാരണം ബിറ്റ് കോയിൻ ആണ് അവരുടെ ബെഞ്ച് മാർക്ക്. ബിറ്റ് കോയിൻ ക്രാഷ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ കോയിൻസും നല്ല രീതിയിൽ താഴെ പോകും. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇലക്ഷൻ അൺസർട്ടനിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ജർമ്മനിന്റെ ഗവൺമെന്റ് മൂവിംഗ് അറ്റ് അനദർ 175 million ഇൻ ബിറ്റ് കോയിൻ ആൻഡ് ദ ഫെഡറൽ റിസർവ്സ് സിഗ്നലിംഗ് ഇറ്റ് ഈസ് നോട്ട് റെഡി ടു കട്ട് റേറ്റ്സ് ആൾസോ ആഡഡ് ടു ദ പ്രഷർ ഇൻ ദ മാർക്കറ്റ്. സോ അതിന്റെ ഒരു പ്രഷറൊക്കെ കാരണമാണ് ഇപ്പൊ മാർക്കറ്റിലുള്ള ഒരു ക്രാഷ് വരുന്നത്. സോ ഇപ്പോ ക്രിപ്റ്റോ മാർക്കറ്റിൽ നല്ലൊരു ഒരു പ്രഷർ ഉണ്ട്. മാർക്കറ്റ് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യാം. അപ്പോ ഒന്നെങ്കിൽ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നല്ല നല്ല സ്റ്റോക്ക് അല്ലെ നല്ല ക്രിപ്റ്റോസ് കണ്ടെത്തിയിട്ട് നല്ല ക്രിപ്റ്റോയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിട്ട് എന്താണ് എങ്ങനെയാണ് US-ന്റെ ഒരു ഒരു ഇപ്പൊ ഇലക്ഷനെ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. ഇനി അതല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല, അങ്ങനെ വരാലോ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല, പിന്നീട് മാർക്കറ്റ് നല്ല രീതിയിൽ ബൂം ചെയ്ത് അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് മുകളിൽ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു ഫീൽ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഒരു ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.